കരപിടിക്കാനിട്ടില്ല. ഒരു തരത്തിലുള്ള വേറെ വരുമാന മാർഗങ്ങളില്ല, ഈ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോ ഗവൺമെന്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ കുറെ കുട്ടികൾ ഞങ്ങളുടെ കോളേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് വേറെ ഒരു വകുപ്പുണ്ട്. എൻട്രൻസ് കമ്മീഷണർ നടന്ന ടെസ്റ്റില് അതിന് 729 ആണെന്ന് തോന്നുന്നു അതിന്റെ ഒരു പ്രോസ്പെക്ടസിന്റെ ഫീ 10-12 കോടി രൂപ അത് കളക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ ഒരു 50 ലക്ഷം രൂപ കൂടാൻ ചെലവ് വരത്തില്ല ആ ടെസ്റ്റ് നടത്താനായിട്ട്. ആ ബാക്കി പണം ഈ സ്കോളർഷിപ്പ് കൊടുക്കില്ല പാവപ്പെട്ട കുട്ടികൾക്ക്. അതൊന്നും ചെയ്യാതെ മറ്റ് വരുമാന മാർഗമൊന്നും ഇല്ലാത്ത ശാസ്ത്രീയ കോളേജുകാരുടെ വീട്ടിൽ തന്നെ ഈ ഇത് അടിച്ചേൽപ്പിക്കാന്ന് പറയുന്നത് ന്യായമാണോ? ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ക്വാളിറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ആ പ്രോസസ്സിൽ അത്തരം ഭാഷകൾ വരുന്നുണ്ട്. ഞാനത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എത്രയോ കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കുന്നു. ഹലോ എന്റെ പേര് മിനി, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു. ഓക്കെ, മിനി പറഞ്ഞോളൂ. എന്റെ മോള് 2007 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് യാത്ര എഞ്ചിനീയറിംഗ് കോളേജില് നമ്മുടെ സീറ്റില് യാതൊരുവിധ സംവരണങ്ങളൊന്നുമില്ല. 19,700 രൂപയാണ് ഫീസ് അടച്ചത്. അതിൽ ബോണ്ട് ഉണ്ടായിരുന്നു യാത്ര എഞ്ചിനീയറിംഗ് കോളേജുകാരും പേരൻസും തമ്മില്. പിന്നീട് സർക്കാർ ഫീസ് കൂട്ടുകയാണെങ്കിൽ അങ്ങോട്ട് കൂട്ടുകൊടുക്കാമെന്നും കുറച്ചാണെങ്കിൽ തിരിച്ച് കുറച്ച് തരാമെന്നും. 2008 30,700 ഫീസ്. പക്ഷെ ഞങ്ങൾക്ക് അത് കുറച്ച് കിട്ടിയിട്ടുള്ള എന്തുകൊണ്ടായിരിക്കും? അതിനെക്കുറിച്ച് മലയാളം പറയാൻ കഴിയുമായിരിക്കും. 30,000 രൂപ ഫീസ് റെഡ്യൂസ് ചെയ്തപ്പോൾ അത് കുറച്ച് കൊടുത്തില്ല. അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൊടുക്കുന്നോ? അതെ, 30,700 ആയിരുന്നു മെറിറ്റ് സീറ്റിലെ ഫീസ്. അതിന് ഞങ്ങൾ ചേർന്നു. അത് കഴിഞ്ഞ് 2008 തൊട്ട് അന്നൊരു ബോണ്ട് ഉണ്ടായിരുന്നല്ലോ, ഫീസ് കുറച്ചാണെങ്കിൽ കൂട്ടുകയാണെങ്കിൽ കൂട്ടി തരാമെന്നോ. അത് കഴിഞ്ഞ് 2008 വീണ്ടും ഫീസ് കുറച്ചാണ് 30,700 ഇപ്പൊ കുട്ടികൾക്ക്. 2007 കരാർ 2008 മാത്രമല്ല, 2008 വേറെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 2007 കരാർ 2008 മാത്രമേ എഫക്റ്റിൽ വരുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് തരാത്തത്. അപ്പൊ ഈ 30,700 ആ വർഷത്തെ കരാറിന് മാറ്റം വരുത്തിയിട്ടില്ല. ഇല്ലില്ല. അപ്പൊ ഫീസ് മാറ്റുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഫീസ് കുറച്ചപ്പോൾ കുറച്ചാൽ എന്താണെന്നാണ് സംശയം വന്നത്. 2008 പുതിയ കരാർ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് ഫിക്സ് ചെയ്തത്. ശരി, അപ്പൊ ഞങ്ങൾക്കത് കുറച്ച് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചത് വളരെയധികം സന്തോഷം. സാർ, ഞങ്ങൾക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ജസ്റ്റിസ് KT തോമസിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മിറ്റി കൊണ്ടുവന്ന ഒരു രീതിയിലോട്ടൊക്കെ ഇതിനകത്ത് വരുന്ന ഒരു ഫീസ് സ്ട്രക്ചർ വരുന്ന എല്ലാവർക്കും മുഴുവനും നിരത്തിനും മാനേജ്മെന്റിനും ഓരോ ഫീസ് സ്ട്രക്ചർ. അതിലുണ്ടായ ഇഷ്യൂ എന്തായിരുന്നു? അത് മാനേജ്മെന്റിന് പ്രോബ്ലം എന്തായിരുന്നു? അവിടെ ഇഷ്യൂ ഇല്ലായിരുന്നു. വാസ്തവത്തില് 30,700 രൂപ വെച്ചുള്ള ഫീ ഞങ്ങൾ 2 കൊല്ലം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ കോളേജ് നടത്തി. 2 കൊല്ലം കഴിഞ്ഞപ്പോ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പുതിയ നിയമം ഉണ്ടാക്കി. ആ നിയമപ്രകാരം ഞങ്ങൾക്ക് ഒരു സീറ്റും തരില്ല. മൊത്തം സീറ്റിലും ഗവൺമെന്റ് കുട്ടികളെ അലോട്ട് ചെയ്യും. അവരെ ഞങ്ങൾ മാവുണ്ടാക്കി പഠിപ്പിച്ചു കൊടുക്കണം. അവർ ഫിക്സ് ചെയ്യുന്ന ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഫീസിൽ കുട്ടികളെ അയച്ച് ആ ഫീസ് കളക്ട് ചെയ്തിട്ട് പഠിപ്പിച്ചോളാം വന്നു. അത് ഞങ്ങൾ കോടതി ചോദ്യം ചെയ്തു. അത് കോടതി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങളുടെ ഭാഗം ന്യായമാണെന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതി വിധിയുണ്ടായി. അതിനുശേഷം ഞങ്ങളത് നെഗോഷിയേറ്റ് ചെയ്തു. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് LDF ഗവൺമെന്റ് ഒന്നാമല്ല നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങളെ ഒടുവിൽ ഞങ്ങളുടെ ഭാഗത്ത് ഈ പറഞ്ഞ 70,000 രൂപ ഫീസും റീഫണ്ടബിൾ ഡെപ്പോസിറ്റും മേടിക്കാനും ഇന്നേ ഭാഗത്ത് ആദ്യത്തെ കൊല്ലം 15,450 രൂപ ഫീസും 1 ലക്ഷം രൂപ റീഫണ്ടബിൾ ഡെപ്പോസിറ്റും മേടിക്കാവുന്ന കരാറുണ്ടാക്കി. ആ കരാറിന്റെ കാലഘട്ടത്തെ പറ്റി ചോദിച്ചത് കേട്ടോ. ആ കാലഘട്ടത്തിലേക്കാണ്. അത് കഴിഞ്ഞ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ കരാറനുസരിച്ച് അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ ഓരോ കൊല്ലം കരാറുണ്ടാക്കുക. കഴിഞ്ഞ കൊല്ലം കരാറില് ഗവൺമെന്റ് അയക്കുന്ന കുട്ടികൾക്ക് 30,750 രൂപ ഫീസാണ്. റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ഇല്ല. ഈ മാറ്റം വരാൻ എന്താണ് കാരണം? നെക്സ്റ്റ് ഇയർ ഈ KT തോമസ് കൊണ്ടുവന്ന അതിന് മാറ്റം വരാൻ കാരണം എല്ലാ കാര്യങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ തന്നെ പുതിയ ശമ്പള സ്കീം കൊടുക്കൊണ്ടിരിക്കുക. അതായത് ഞങ്ങൾ ഇപ്പോ 14,000 രൂപ അധ്യാപകർ ലക്ഷങ്ങൾക്ക് കേരള അധ്യാപകർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത 6 മാസത്തിനകം അത് 25,000 കൊടുക്കേണ്ടി വരും.
ഒരു 40,000 കൊടുക്കുന്ന പ്രൊഫസർക്ക് 75,000 ആയിട്ട് മാറ്റേണ്ടി വരും. അത് കേന്ദ്രത്തിൽ UGC-യും AICTE-യും തീരുമാനിക്കുന്നതാണ്. അത് അതിനനുസരിച്ചുള്ള എന്ന് പറഞ്ഞാല് ഇപ്പോ 4 ലക്ഷം രൂപ ഒരു മാസം സാലറി ബില്ലാണ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടെങ്കിൽ വരാൻ പോകുമ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞൊരു 15-20 ലക്ഷം രൂപ കൂടെ കൂട്ടി വരും സാലറി ബില്ല്. ഇതിനൊക്കെ ഞങ്ങൾ എവിടെ പൈസ കൊണ്ടിരുന്നത്? അതുപോലെ എല്ലാ കൺസ്യൂമേഴ്സിനും വില കൂടുന്നു, എല്ലാത്തിനും വില കൂടുന്നില്ലേ? എവിടെയും ഇപ്പൊ ബസ് മേടിക്കണമെങ്കിൽ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ വില അല്ല ഇക്കൊല്ലത്തെ വില. അത് ഓരോ കൊല്ലം കഴിയുമ്പോഴും ഓരോ കാര്യങ്ങളുടെയും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസൃതമായിട്ട് ഇത് കൂട്ടാനാണെന്ന് പറഞ്ഞാല് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുന്നത് സ്വാശ്രയമാണ്, ആശ്രയമല്ല. ഇപ്പൊ നമ്മളെ ഞങ്ങൾ ജീവിക്കുന്നു, മനസ്സിലായോ? അപ്പൊ സ്വാശ്രയമാകുമ്പോ അവർക്ക് മറ്റാരുടെ സഹായമില്ലാതെ നിലനിൽക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണം. മറ്റാരുടെ എന്ന് പറയുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറീസ് മാത്രമാണ് അതിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടത്. അത് വിദ്യാർത്ഥികളും അത് തന്നെ ചെയ്തെങ്കിലും ഒക്കുള്ളൂ. ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്രാന്റ് തരണം. അതിനായിട്ട് നടത്തണമല്ലോ. ഇത് രണ്ട് തരത്തിലുള്ള ആണെങ്കിൽ മാത്രമേ എക്സിസ്റ്റിംഗ് സിസ്റ്റം സ്വാശ്രയ മാനേജ്മെന്റ് ഓരോ കോളേജസും ഓരോ മാനേജ്മെന്റും ഓരോ ഫീസ് സ്ട്രക്ചറല്ലേ നിലനിൽക്കുന്നത്? അല്ല, ഞങ്ങളുടെ 39 അസോസിയേഷൻപ്പെട്ട 39 കോളേജിലും ഒരേ ഫീസ് സ്ട്രക്ചറാണ്. ഗവൺമെന്റ് ഞങ്ങളുടെ കരാറനുസരിച്ച് 90,000 രൂപ വരെ മേടിക്കാമെങ്കിലും ഞങ്ങളുടെ ഒരു കോളേജും 90,000 രൂപ മേടിച്ചില്ല. 75,000 രൂപയാണ് മാക്സിമം മേടിച്ചിട്ടുള്ളത്. അതിലൂടെ 1 ലക്ഷം രൂപ അതീതം ഡെപ്പോസിറ്റും മേടിച്ചിട്ടുണ്ട്. ബാക്കി 50%-ന് 30,750 രൂപ സർക്കാരയച്ച കുട്ടികൾക്ക് മേടിച്ചിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ട് പറഞ്ഞത് കേരളത്തിന് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ LDF ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ റിസർവേഷന്റെ കാര്യം. അതെന്തുകൊണ്ടാണ് കൊടുക്കാൻ കഴിഞ്ഞില്ല? റിസർവേഷന് നിയമപ്രകാരം സ്വാശ്രയ കോളേജുകളിൽ റിസർവേഷൻ പാടില്ലെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുവരെ നിയമം ഉണ്ടാക്കിയിട്ടില്ല. സ്വാശ്രയ പ്രസ്ഥാനത്ത് റിസർവേഷൻ വേണമെന്ന്. പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് റിസർവേഷൻ സമ്പ്രദായം സ്വാശ്രയ അലോട്ട്മെന്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ കൊടുക്കുന്ന 50% സീറ്റുണ്ടല്ലോ, അതിനകത്ത് റിസർവേഷൻ എല്ലാം പാലിച്ചാണ് അവര് കുട്ടികളെ അയക്കുന്നത്. മാനേജ്മെന്റിന് റിസർവേഷൻ ഇല്ല, അത് ക്വാളിറ്റി മാത്രമാണ്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാർക്കും എൻട്രൻസിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റാങ്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. റിസർവേഷൻ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് SCMS കോളേജാണെന്നുണ്ടെങ്കിൽ അടുത്ത ലോക്കൽ പഞ്ചായത്തിന് 6 സീറ്റ്, ഓരോ ബ്രാഞ്ചിനും ഓരോ സീറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കവിഞ്ഞ തലത്തിൽ പഠിപ്പിക്കാനായിട്ട് അവര് കുട്ടികളെ അയച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് മാർക്ക് നോക്കണം എന്നൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട് ഞങ്ങൾ. മാർക്ക് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് അവർ അപ്ലൈ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികളെ ഡീറ്റെയിൽസിനൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവരെ കവിഞ്ഞ പഞ്ചായത്ത് എറണാകുളത്ത് ഒരു ബ്രാഞ്ചിൽ ഒരു കുട്ടി, അങ്ങനെ 6 ബ്രാഞ്ചുണ്ട്. ഞാൻ 6 കുട്ടികളെ അവിടെ ഞങ്ങൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ 10% സീറ്റ് ഞങ്ങളുടെ എല്ലാ കോളേജുകളും ഫീസ് ഒന്നും മേടിക്കാതെ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ബ്രാഞ്ചുകളിലും ഓരോ ബ്രാഞ്ചിലും മാർക്ക് പിന്നെ സാമ്പത്തിക ശേഷി 2 ലക്ഷം രൂപ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടായിരിക്കരുത്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ മിടുക്കരുമായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനാണ് ഈ 10% സീറ്റിൽ. ഇത് കൂടാതെ ഓരോ കോളേജുകളിലും ഇപ്പോൾ ഉദാഹരണം SCMS കോളേജാണ്. SCMS-ലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയായാലും അവർ ഒരു 25-30 കുട്ടികൾ സൗജന്യമായിട്ടോട് പഠിക്കുന്നുണ്ട്. അത് കുറച്ച് ഞങ്ങൾ ഗവൺമെന്റ് നിശ്ചിത വാർഷിക വരുമാനം ഇപ്പോഴാണ്. ഈ കഴിഞ്ഞ മാസം വരെയും ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഈ താഴെ കയറുന്ന ഫിക്സ് ചെയ്യുന്നത് 2.5 ലക്ഷം രൂപയാണ് അതിന് ലിമിറ്റ് വെച്ചിരുന്നത്. അത് മേലുള്ളവർ കണക്കാരായിട്ടാണ് ഗവൺമെന്റ് കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണ് അത് 4 ലക്ഷത്തിലേക്ക് ഉയർത്തിയത്. ഓക്കെ, നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിംഗ് വിഷയം ഗൃഹപാഠത്തിൽ ശാസ്ത്ര വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തുടരും. ഭൂമിയും ജീവിതവും ഒരു തീക്കറയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ഒരു പക്ഷന്റെ വേദനകളാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളാണ് നമുക്ക് അതിലേക്ക് വിഷയത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇടനെഞ്ചിലൊരിഷ്ടം പണ്ട് ഇടിമിന്നലൊടിച്ചു മുടക്കാൻ, അടിപൊടി പൂത്ത പ്രണയത്താൽ ഇടിയും തീരത്തൂടെ നടക്കാൻ. ഞാനിപ്പം വീട് വെച്ചിട്ട് കടം പിടിച്ചിട്ട് നാട്ടിൽ നിന്ന് നടക്കുകയാണ്. പറഞ്ഞാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കള്ളഷാപ്പിലെത്തുന്നു 1,20,000 രൂപ ബാധ്യതയുള്ളവരാണ്.
മാവേലിക്കരയിലെ ഒരു പത്രികാണ് ഞാൻ ഭിക്ഷയച്ചിരുന്നു. മാവേലിക്കരയിലെ മധുരമായി നീ എന്നെ ചതിച്ചാൽ കവിത കൊണ്ടെന്റെ വിധിയെ വെല്ലിടും. യുവതാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശാസ്ത്ര വിദ്യാഭ്യാസം കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നു. ഇപ്പോൾ ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കിരൺ ഹരിദാസാണ്, കടമനിട്ടയിൽ നിന്ന്. കേട്ടില്ല, നിർമ്മതയാണ്. കടമനിട്ടയിൽ നിന്ന് കിരൺ ഹരിദാസ്. ഓക്കെ, കുറച്ച് കാര്യം കൂടി. എന്താ ചോദിക്കാനുള്ളത്? പ്രത്യേകിച്ചൊന്നും. എഞ്ചിനീയറിംഗ് ഇപ്പം മെറിറ്റ് കിട്ടണേ എത്ര റാങ്കുകൾ കിട്ടണം? ഗവൺമെന്റ് നഴ്സിലാണോ? അല്ലാതെ പ്രൈവറ്റ് കോളേജിലൊക്കെ ആണെങ്കിൽ മെറിറ്റ് കിട്ടില്ല. അന്വേഷിക്കണോ? അല്ല, എഞ്ചിനീയറിംഗിന് മെറിറ്റ് കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വരെ വരാം എന്നാണ് ചോദിക്കുന്നത്. അത് ഡോക്ടർ ക്ലാസ്സാണോ, ഷെഡ്യൂൾഡ് ക്ലാസ്സാണോ, ഫോർവേഡ് ക്ലാസ്സാണോ, ഏതാണ്? ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരു 5000 താഴെയായിരിക്കണം റാങ്ക്. അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഫീസ് ഡൊണേഷൻ കുറച്ച് കിട്ടണമെങ്കിൽ അല്ല, സ്വാശ്രയ കോളേജിലുള്ള ഗവൺമെന്റ് കോട്ടാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസാണ്. അതിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 10,000 കിട്ടും. ഓക്കെ, എന്തായാലും വിളിച്ച വളരെയധികം സന്തോഷം. നമ്മുടെ നാട്ടില് ധാരാളം എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, അത് ആരുടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് വളരെയധികം ഉയർന്നു വരികയാണ്. വളരെയധികം പ്രതിസന്ധികൾ ഈ മാനേജ്മെന്റ് നേരിടുന്നുണ്ട്. ഇത്രയധികം കോളേജസ് വരാൻ എന്തായിരിക്കും സാറിന്റെ കാഴ്ചപ്പാടാണ്? ഒരു കൊല്ലം എന്തോ ശരിയായി. ഞാൻ 1,00,000 കുട്ടികളെ എന്തോ ശരി എഞ്ചിനീയറിംഗിന്. അതില് 40,000 പേരാണ് ഇപ്പോൾ റാങ്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഡിസ്ക്വാളിഫൈ ചെയ്തത് അവർ പഠിക്കാൻ പറ്റാനായിട്ടുള്ള അതാണ് വേറെ കാര്യം. ഇത് ഒരു ചെറുതൊരു സ്കില്ലാണ്, അല്ലാതെ ഒരു നോളജല്ല, നോളജ് ബേസ് അല്ല, ഒരു സ്കില്ലാണ്. അപ്പൊ അത് കറക്റ്റ് കിട്ടാൻ സാമർത്ഥ്യം ഈ ട്രെയിനിങ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് അതിന്റെ ആ സ്കില്ല് ശരിയാക്കുന്നവൻ നല്ല റാങ്ക് പഠിച്ച് പാസ്സാകും. ഗ്രാമങ്ങളിൽ വരുന്ന കുട്ടികൾ അവർക്ക് ആ സ്കില്ല് എല്ലാവർക്കും പോയി പഠിക്കാനുള്ള സാഹചര്യമില്ല. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ 95%, 100% മാർക്കുള്ള ഒരു കുട്ടി കഴിഞ്ഞതും ഞങ്ങളുടെ ചാലക്കുടി ഒരു പെൺകുട്ടി 100% മാർക്കുണ്ടായിരുന്നു. 40,000 ആയിരുന്നു എന്റെ റാങ്ക്. അത് പഠിക്കാൻ മോശം എന്ന് പറയാൻ നോക്കൂ. അങ്ങനെയാണ് ഇത് ഞങ്ങൾ അവള് SCMS പ്രവേശനമെല്ലാം ഇത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം. കാരണം നല്ല കുട്ടികളും ലോവർ റാങ്ക് ഹൈ മാർക്ക് ഉള്ള കുട്ടികൾ വരും. അവർക്കാണ് ഞങ്ങൾ മുൻകണ്ടുള്ളത്. അപ്പോൾ അവർ പഠിക്കാൻ വേണ്ടി കാരണം അവരുടെ സാഹചര്യം കൊണ്ട് അവർ ഉയർന്ന റാങ്ക് മേടിച്ച് ഗവൺമെന്റ് കോളേജൊന്നും പോകാൻ പറ്റില്ല. അവർക്ക് ഞങ്ങൾ സ്വയം മാനേജ്മെന്റുകൾ പ്രവേശനം കൊടുക്കും, ഇതിന്റെ അടിസ്ഥാനത്തിൽ, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കൊച്ചിയിൽ നിന്നിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. അതെ, ലാറ്റിൻ കോട്ടയില് എഞ്ചിനീയറിംഗില് ലാറ്റിൻ കോട്ടയിൽ കിട്ടണമെങ്കിൽ, സ്വാശ്രയത്തിൽ കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വേണ്ടി വരും? എന്താ പറഞ്ഞു? ലാറ്റിൻ കോട്ടയില് എഞ്ചിനീയറിംഗ് കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വരെ വേണ്ടി വരും? എഞ്ചിനീയറിംഗ് എവിടെ പ്രവേശനം കിട്ടണമെങ്കിലാണ്? സ്വാശ്രയ കോളേജിലേക്കാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കോട്ടയിൽ കിട്ടാനായിട്ട് ഒരു 10,000 റാങ്ക് ഉണ്ടായാലും 10,000 റാങ്ക് ഉണ്ടായാലും കിട്ടും. എത്ര ഉണ്ട് റാങ്ക്? 22 റാങ്ക്. 22 കിട്ടുമെന്ന് തീർത്ത് പറയാൻ വയ്യ. ചിലപ്പോൾ കിട്ടിക്കൊള്ളാന്നില്ല. കാരണം എത്ര ലാറ്റിൻ സ്റ്റുഡൻസ് ഉണ്ടോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കാതെ. അത് നമ്പറിലുണ്ടെങ്കിൽ 22 28 ചിലപ്പോൾ കിട്ടും. ഓക്കെ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഓക്കെ, താങ്ക് യു. സോ നമുക്ക് വിഷയത്തിലേക്ക് നേരം. സോ വളരെ പ്രസക്തമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങും അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളെ വിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ ഇതിന് മറ്റൊരു മാനദണ്ഡമായിട്ട് നമുക്ക് കണ്ടതാണ്. എൻട്രൻസ് ഉചിതമാണോ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരേണ്ടതുണ്ടോ? അത് ശരിക്കും ചർച്ച ചെയ്യേണ്ടത് തന്നെയല്ലേ? ഇവിടെ എൻട്രൻസ് പരീക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഈ മാർക്കിൽ ഒരുപാട് തിരുവല്ല നടത്തിവിടെ എംപ്ലോയികളുണ്ട് വെറും 80s. ആ തിരുവല്ല ഒരുപാട് കേസൊക്കെ ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി പറഞ്ഞു ഞാൻ പ്രവേശനം നടത്തുന്നത് ഒരു എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനത്തിലായിരിക്കണം, മാർക്കിന്റെ അടിസ്ഥാനത്തിലാകരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻട്രൻസ് പരീക്ഷ വന്നത്. പിന്നെ അത് നാഷണലി വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായി ഇവിടെ എൻട്രൻസ് പരീക്ഷ ഏർപ്പെടുത്തിയത് ഈ ഇഷ്യൂ വന്നപ്പോഴാണ്. മാർക്ക് വെച്ചത് 4 മാർക്കുള്ള 80 മാർക്കുകാരനും ഒക്കെ ആയ ടവറുണ്ട് ഇവിടെ. മെഡിക്കൽ കോളേജിലൊക്കെ. പിന്നെ
ഡിഗ്രി പാസ്സായ അറിവില്ലാത്ത കുട്ടികൾ പോലും മെഡിക്കൽ കോളേജ് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് ഈ മാർക്ക് മാനിപ്പുലേഷനിൽ. അങ്ങനെയാണ് ഇത് പറഞ്ഞത്. ഇത് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എൻട്രൻസ് പരീക്ഷ ശരിയാണെന്ന എന്റെ അഭിപ്രായം. കാരണം അറിയിക്കുന്ന കുട്ടികൾക്ക് അതുവഴി പ്രവേശനം കിട്ടത്തില്ല. അറിയിക്കുന്ന ഞാൻ പറയുന്നത് ഗ്രാമവാസികൾക്ക്. എൻട്രൻസ് പരീക്ഷ വളരെ നല്ലതാണ് നഗരവാസിക്ക്. കാരണം അവൻ പഠിച്ചു മുടക്കാനായിട്ട് റാങ്ക് മേടിച്ച് ഫ്രീ ആയിട്ട് പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗവൺമെന്റ് കോളേജിൽ പോയി നിസ്സാരമായ ഫീസിന് പഠിച്ചാൽ അതിനുടൻ ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ കഴിഞ്ഞ കൊല്ലം കണക്കനുസരിച്ച് 1,28,000 രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി സർക്കാർ ചെലവാക്കുന്നത്. ആ സർക്കാർ കൊണ്ട് ഈ പണം ചെലവാക്കി പഠിക്കുന്നത് പണക്കാരന്റെ മക്കളാണ്. 95-98 മാർക്ക് മേടിക്കുന്ന ഗ്രാമത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികൾ ബാങ്കിനോ എടുത്ത് അല്ലെങ്കിൽ വീട് പണയം പഠിച്ചുമൊക്കെയാണ് സ്വാശ്രയ കോളേജിൽ അല്ലെങ്കിൽ മറ്റേ കോളേജിൽ പഠിക്കാൻ ബാധ്യസ്ഥരാകുന്നത്. ഗവൺമെന്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അറിയിക്കുന്ന കുട്ടികൾക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കോളേജുകൾ അവർക്ക് പ്രവേശനം നൽകണം. പണക്കാരൻ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. ഇവിടെ തന്നെ നിർബന്ധമൊന്നുമില്ല. മറ്റൊരു പറ്റത്തില്ല, അതിന് വേണം പറ്റില്ല. ഹലോ ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് റോഷനാണ്. റോഷൻ. ഓക്കെ, റോഷൻ എന്താ ചോദിക്കാനുള്ളത്? എഞ്ചിനീയറിംഗിന് 17,000 റാങ്ക് കിട്ടിയാലേ ഗവൺമെന്റ് കോട്ടയില് എഞ്ചിനീയറിംഗ് പ്രവേശനം കിട്ടും. ഏത് വിങ് ആണ് ഉദ്ദേശിക്കുന്നത്? OBC വിഭാഗം. എത്ര റാങ്ക്? 17,000. 17,000. 12,000. 12,000 ആണെന്നുണ്ടെങ്കിൽ OBC ആണെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ ഉണ്ട്. കാരണം ഈ ശാസ്ത്രീയ കോളേജുകളിൽ സീറ്റുകൾ വരുമ്പോഴത്തേക്ക് 16,000 സീറ്റോളം ഗവൺമെന്റ് കസ്റ്റഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വളരെയധികം സന്തോഷം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന വഴി നമ്മുടെ സമൂഹത്തിനുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഇത്രയധികം പ്രൊഫഷണൽസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ടാകുന്നതുകൊണ്ട് സമൂഹത്തിനുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ് വേണ്ടി സമൂഹത്തിനാണ് പറഞ്ഞുതരാം. ഈ ശാസ്ത്രീയ കോളേജ് വരുന്നതിന് മുമ്പ് ഇവിടെ കുറെ എഞ്ചിനീയറിംഗ് കോളേജുകളും കുറച്ച് മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഗവൺമെന്റ് സ്പോൺസേഡ് ആയിരുന്നു. ശാസ്ത്രീയ കോളേജ് വരുന്നതിന് മുമ്പ് അതെല്ലാം നഗരങ്ങളിലായിരുന്നു. ഈ കോളേജുകളൊക്കെ ഒന്നുകിൽ തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ എറണാകുളത്ത്, അങ്ങനെയുള്ള വൻ നഗരങ്ങൾ കൊണ്ട് ജോലിയായിരുന്നു. ശാസ്ത്രീയ കോളേജ് വന്നു കഴിഞ്ഞപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഗ്രാമങ്ങളിലേക്ക് നീങ്ങി. ഇന്ന് ഉള്ള ഈ 49ഓളം ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 1-2 ഒഴിച്ച് ബാക്കി എല്ലാം ഗ്രാമങ്ങളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചുള്ള അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലേജസിലുള്ള ഗ്രാമങ്ങളുടെ ഇടയ്ക്ക് അവയർനെസ് വന്നു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ പറ്റി. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ പറ്റി. ഇത് പ്ലസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഡിഗ്രിക്കല്ലോ ചെയ്ത് അതിനപ്പുറമായിട്ടൊന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. കോളേജുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫഷന്റെ ഈ ബഹളമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവയർനെസ് ഓൺ ദി വില്ലേജസ്, വില്ലേജ് പീപ്പിൾ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നേരത്തെ 20,000 പേരൊക്കെയാണ് നമ്പർ ചെയ്തിരുന്നത്. അത് 1,00,000 മാറാൻ കാരണം ഈ കോളേജുകൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഗ്രാമങ്ങളിലേക്ക് വന്നു. അത് വലിയൊരു കാര്യമാണത്. ഇത് എഞ്ചിനീയറിംഗ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. മെഡിക്കൽ കോളേജ് കോലഞ്ചൂരിലൊക്കെ, തിരുവനന്തപുരത്തൊക്കെ മെഡിക്കൽ കോളേജുണ്ട്. അത് ആലോചിക്കാൻ പോലൊക്കാത്ത കാര്യമായിരുന്നു പണ്ട്. അപ്പൊ അങ്ങനത്തെ വലിയൊരു അവയർനെസ് കേരളത്തിൽ മൊത്തം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സ്വാശ്രയ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ കൊല്ലവും ഒരു 1,800 രൂപയോളം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും വരുന്നത്. കാരണം കുട്ടികൾ പണമുള്ള കുട്ടികൾക്ക് പഠിക്കണം. അപ്പൊ ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ലിമിറ്റഡ് സീറ്റിലേ ഉള്ളൂ. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയില്ലെങ്കിലും ഒരു 95% പറഞ്ഞു നിർത്തി. കാരണം ഈ പേരൻസിന് അത്രയും താല്പര്യമൊന്നുമില്ല പുറത്തയക്കാനായിട്ട്. കുറച്ച് പേർക്കുണ്ട്. കാരണം എന്റെ കുട്ടി കുറച്ചുകൂടെ എക്സ്പോസറൊക്കെ വേണം ലൈഫിൽ. അതുകൊണ്ട് പുറത്ത് പോയി നല്ല വിചാരിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ വെച്ച് ഒരു ചെറിയ വിഭാഗം. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും കോളേജിൽ കിട്ടുമെങ്കിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിവൃത്തിയില്ലാത്തവർ മാത്രമേ പുറത്തു പോകുള്ളൂ. വിദ്യാഭ്യാസം കേരളത്തിൽ അറിയാനുള്ള സംവിധാനം ഞങ്ങളുണ്ട്. നമുക്കൊരു കോളുണ്ട് സാർ. ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, എന്റെ പേര് ഹന്ന. പറഞ്ഞോളൂ ഹന്ന. പത്തനംതിട്ടയാണ് വിളിക്കുന്നത്. എന്റെ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് 23,145 ഓക്കെ. അപ്പൊ എനിക്ക് OBC ആണ്. അപ്പൊ എനിക്ക് ശാസ്ത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നിർത്തി കിട്ടുമോ?
മെറിറ്റിൽ OBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര % റിസർവേഷൻ ഉണ്ട് അറിയാമോ? 8%. 8ഓ? അപ്പൊ ചിലപ്പോ കിട്ടാം. അത് തീർച്ചയായും. കാരണം 22 ആകുമ്പോ ഒരു സാധ്യതയുണ്ട് കിട്ടാനാണ്, സ്വാശ്രയത്തിലെങ്കിലും കിട്ടാനാണ് സാധ്യതയുണ്ട്. ITO? IT ആണെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം പലപോലെ ITക്ക് അത്ര ടേക്കേഴ്സ് ഇല്ല, ആളുകളില്ല. അതുകൊണ്ട് IT ആണെങ്കിൽ, കാരണം പല കുട്ടികളും IT എടുക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള സീറ്റ് വരുമ്പോ കൂട്ടത്തില് ഇത് നിങ്ങൾ OBC ആയതുകൊണ്ട് തീർച്ചയായും കിട്ടാം. വളരെ സന്തോഷം. നമുക്കിപ്പോൾ ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം സ്വാശ്രയ വിദ്യാഭ്യാസം കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഗൃഹപാഠത്തിൽ തുടരും. ഓരോരുത്തരും എനിക്ക് ഏറ്റവും വലിയ കുറ്റം ഗുരുക്കന്മാർ അവരുടെ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അവരുടെ സന്തോഷം എന്നോട് പങ്കുവെക്കുന്നു. ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാശ്രയ വിദ്യാഭ്യാസം കേരളത്തിൽ. ഇപ്പം SEMS ഈ സ്വാശ്രയ രംഗത്ത് വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പാണ്. ഈ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് SEMS വഴി മുന്നോട്ട് വയ്ക്കുന്നത്? SEMS ഒരു പൈനറാണ്. മുതൽ ആദ്യ കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവന്ന ഒരാളാണ്. 76 അന്ന് കേരള ഗവൺമെന്റിൽ പോലും സ്വാശ്രയ സ്ഥാപനങ്ങളൊന്നുമില്ല. 76 പബ്ലിക് റിലേഷൻസ്, ജേർണലിസം, അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന 3 പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിപ്പിക്കാനായിട്ടുള്ള 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ചു. 76 അതിന് 87 കേരള ഗവൺമെന്റ് അംഗീകാരം നൽകി. അതിപ്പോഴും നടക്കുന്നുണ്ട്. 92 ഈ PG പ്രോഗ്രാം മാനേജ്മെന്റ്, MBAക്ക് തുല്യമായിട്ടുള്ള PG പ്രോഗ്രാം IM വരെ നടന്നില്ല. എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം ഡിപ്ലോമ ഡിഗ്രിയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് യൂണിവേഴ്സിറ്റി ഡിഗ്രിയേക്കാളും വാല്യുള്ളതാണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ മാനേജ്മെന്റ് ഒരു ഫ്രീഡം ഉണ്ട്, എന്തെല്ലാം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനാണ്. അപ്പോഴാണ് യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് പഠിപ്പിക്കാൻ നോക്കുള്ളൂ. എപ്പോഴും എവറി 6 months ഈ പ്രോഗ്രാം എല്ലാം അപ്ഡേറ്റ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുള്ളതെല്ലാം കണക്കിലെടുത്ത് ഇന്ത്യയിൽ കൊണ്ടുപോകും. അതുകൊണ്ടാണ് അതിന്റെ മെച്ചം പറയുന്നത്. അപ്പൊ അതാണ് അങ്ങനെ തുടങ്ങിയത്. PG എന്നാണ് തുടങ്ങിയത്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് അഫിലിയേഷനൊക്കെ അന്ന് തരത്തില്ലായിരുന്നു. ഗവൺമെന്റ് ഓൾവേസ് നെഗറ്റീവ് ടുവേർഡ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്. സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ വലിയ അപകടം പിടിച്ചാണെന്നുള്ളതാണ് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റെയും വലതുപക്ഷ ഗവൺമെന്റെയും ചിന്താഗതി. അതൊന്നും അങ്ങനെയായിരുന്നു. ഒരു ആവശ്യമായിട്ടാണ് ഈ സ്വാശ്രയ പ്രസ്ഥാനം കേരളത്തിൽ വന്നത്. അത് മറ്റൊരു കഥയാണ്. ആവശ്യമായിട്ട് വന്നതാണ്, അല്ലാതെ ഒരു പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലല്ല വന്നത്. ഹലോ 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 ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, എന്താ ചോദിക്കേണ്ടേ? എന്റെ മെഡിക്കലില് 43,000 റാങ്ക് ഗവൺമെന്റ് കോട്ടയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? 43,000 മെഡിക്കലിലല്ലേ? മെഡിക്കൽ ഒരു സാധ്യതയില്ല. അതെ, എല്ലാം കൂടെ 1,800 സീറ്റേ ഉള്ളൂ കേരളത്തില്. ടിവിയിൽ ശ്രദ്ധിക്കരുത്. ഹലോ, ടി വി ശ്രദ്ധിക്കുക, ഫോൺ ശ്രദ്ധിച്ച കേൾച്ചോളൂ. ഹലോ, കേൾച്ചോളൂ. മെഡിക്കലിലൊക്കെ കിട്ടാൻ സാധ്യതയില്ല. 44,000 കിട്ടാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. കാരണം വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. മൊത്തം വളരെ കുറച്ച് സീറ്റുകളുള്ളൂ കേരളത്തിലെ. അപ്പൊ അതുകൊണ്ട്